أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سأصليه سقر وما أدراك ما سقر لا تبقي ولا تذر لواحة للبشر عليها 19. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മുദ്ദസ്സിറിലെ 26 മുതൽ 5 ആയത്തുകളാണ് ഓതിവെച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സഉസ്ലീഹി സഖർ. സഉസ്ലീഹി, നാം അവനെ എറിയാൻ പോവുകയാണ്. സഖർ, സഖറിലേക്ക്. വമാ അദ്റാക്ക, നിനക്കെന്തറിയാം? മാ സഖർ, സഖർ എന്നാൽ എന്താണെന്ന്. സഖർ എന്നാൽ എന്താണെന്ന് നിനക്കെന്തറിയാം? ലാ തുബ്ഖി, അത് ഒന്നിനെയും ബാക്കി വെക്കുന്നില്ല. വലാ തദർ, ഒന്നിനെയും അത് വെറുതെ വിടുകയും ചെയ്യില്ല. ലാ തുബ്ഖി വലാ തദർ, അത് ഒന്നിനെയും ബാക്കി വയ്ക്കില്ല, ഒന്നിനെയും അത് വെറുതെ വിടുകയും ചെയ്യില്ല. ലവാഹത്തുൻ, അത് മാറ്റിക്കളയുന്നതാണ്. ലിൽ ബഷർ, തൊലിയെ. ലവാഹത്തു ലിൽ ബഷർ, അത് തൊലിയെ മാറ്റിക്കളയുന്ന, തൊലിയെ നീക്കിക്കളയുന്നതാണ്. അലൈഹ, അതിൻ്റെ മേൽ. 19, 19 പേരുണ്ട്. അലൈഹ 19, അതിൻ്റെ മേൽ അഥവാ നരകത്തിൻ്റെ മേൽ 19 പാറാവുകാരുണ്ട്. ഇവിടെ ഇത് കെട്ടിച്ചമച്ചുള്ള കെട്ടിച്ചമച്ചിട്ടുള്ള സിഹറാണ് എന്നും മാരണമാണ് എന്നും അത് പരമ്പരാഗതമായി ലഭിച്ചതാണെന്നും ഈ ഖുർആന് വെറും മനുഷ്യൻ്റെ വാക്കാണ് എന്നൊക്കെ പറഞ്ഞ വലീദ് ഇബ്നു മുഗീറ, അയാളെ പറ്റിയായിരുന്നു കഴിഞ്ഞ ആയത്തുകളിൽ പരാമർശിച്ചത്. ഇവിടെ അവൻ്റെ വാസസ്ഥലം സൗസ്ലിഹി സഖർ, അവൻ്റെയും അവനെപ്പോലുള്ള ആൾക്കാരെയും ഒക്കെ വാസസ്ഥലം സഖർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടേക്കാണ് അവരെ വലിച്ചെറിയുക. ഒമാദ്രാക്കമ സഖർ, സഖർ എന്താണെന്ന് നിനക്കെന്തറിയാം? സഖർ എന്ന് പറയുന്നത് നരകത്തിലെ 6ാമത്തെ തട്ടാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അതികഠിനമായ ചൂടുള്ള സ്ഥലമാണ് അതെന്നാണ് അദ്ദേഹം ഇതിലൂടെ മനസ്സിലാക്കി തന്നത്. സഖറിൽ ഒരാൾ പ്രവേശിച്ചാൽ ലാ തുബ്ഖി വലാ തദർ, ഒന്നിനെയും അത് ബാക്കി വയ്ക്കില്ല, ഒന്നിനെയും അത് വെറുതെ വിടുകയും ചെയ്യില്ല. രക്തത്തെയും മാംസത്തെയും അസ്ഥിയെയും ഒക്കെ അതൊന്നും അതിൽ പിന്നെ ബാക്കി കാണില്ല. അതെല്ലാം അവിടെ അലിഞ്ഞു ചേരുകയാണ് ചെയ്യുക. അതേപോലെ തന്നെ ശിക്ഷ അനുഭവിക്കുന്ന ഒരാളെയും അത് ഒഴിവാക്കുകയും ചെയ്യില്ല. അതാണ് ഒന്നിനെയും അത് ബാക്കി വെക്കില്ല എന്നും ഒന്നിനെയും വെറുതെ വിടില്ല എന്നും പറയുന്നത്. നരകത്തിലിടേണ്ട ഒരാളെയും ഒരു നിലക്കും ഒഴിവാക്കില്ല എന്നർത്ഥം. പിന്നെ പറയുന്നത് ലവാഹത്തുല്ലിൽ ബഷർ, അത് തൊലിയെ മാറ്റിക്കളയും. ഒരു തൊലി വെന്ത് തീരുമ്പോൾ മറ്റൊരു തൊലി ഇട്ട് കൊടുക്കും. ആ തൊലി വീണ്ടും ചൂടിനെ ഏൽക്കാതെയാകുമ്പോൾ, കരിഞ്ഞ് കരിക്കട്ടയായി തീരുമ്പോൾ മാറ്റിയിട്ട് പുതിയ തോല് കൊടുക്കും. വീണ്ടും നരകത്തിൻ്റെ വേദന, ആ കത്തിക്കരിയിൽ അത് അനുഭവിക്കാൻ വേണ്ടിയിട്ട്. അത് തീരുമ്പോൾ പിന്നെയും തൊലികൾ മാറ്റിക്കൊടുക്കും. ലവാഹത്തുല്ലിൽ ബഷർ അലൈഹ 19, ആ നരകത്തിന് 19 പാറാവുകാരാണ്.
ഈ 19 എന്ന് പറയുന്നത് 19 മലക്കുകളാണെന്നും അതല്ല 19 കൂട്ടമാണ് എന്നും പറഞ്ഞ ആളുകളുണ്ട്. അവരുടെ കണ്ണുകൾ മിന്നൽ പിണർ പോലെയായിരിക്കും എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അവർക്ക് കൂർത്ത തേറ്റകൾ ഉണ്ടായിരിക്കുമെന്നും അവരുടെ തലമുടി കാലുകളിൽ തൊടുമെന്നും അവരുടെ വായകളിൽ നിന്ന് തീജ്വാലകൾ ഉയരുമെന്നും അവരുടെ 2 ചുമലുകൾക്കിടയിൽ 2 വർഷത്തെ വഴിദൂരമുണ്ടാകുമെന്നും അത്രയും വലിയ പരുക്കന്മാരായ ഊക്കരായ നരകം കാക്കുന്ന മലക്കുകളെ സംബന്ധിച്ച് ഊക്കരായ മലക്കുകളെന്ന് മറ്റ് സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഒരു നിലക്കും അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ സാധ്യമല്ല എന്നർത്ഥം. ഈ വലീദിനെയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളെയും മാത്രമല്ല, ആ ചിന്താഗതിക്കാരുള്ള ആരെല്ലാമുണ്ടോ, ആ ചിന്താഗതിയുള്ള ആരെല്ലാമുണ്ടോ അവരെല്ലാവരും ഈ സഖർ എന്ന് പറയുന്ന നരകത്തിലെ ഏറ്റവും കൂടിയ ചൂടുള്ള ആ പ്രദേശത്തായിരിക്കും, അവിടേക്കായിരിക്കും വലിച്ചെറിയുക എന്നർത്ഥം. അവരോടൊരു നല്ല സമീപനവും ഉണ്ടാവില്ല എന്നും കൂടി മനസ്സിലാക്കേണ്ടതാണ്. അത്തരം ചൂടുള്ള നരകത്തിൽ നിന്നും അതേപോലെ തന്നെ കഠോരമായ ശിക്ഷകളിൽ നിന്നുമൊക്കെ ദൈവം തമ്പുരാൻ നമ്മളെല്ലാം കാത്തുരക്ഷിക്കട്ടെ. എന്നെന്നും നിലനിൽക്കുന്ന സ്വർഗത്തിൽ നമുക്കും നമ്മളുടെ മാതാപിതാക്കൾക്കും ഗുരുവന്യർക്കും സ്നേഹജനങ്ങൾക്കും അള്ളാഹു ഇടം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.